അങ്ങനെ കാത്തുകാത്തിരുന്ന കേരള മുഖ്യമന്ത്രി ആരാകുമെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രഖ്യാപിച്ചതിനു പിന്നാലെ UDF അനുകൂല പ്രവാസി സംഘടനകളൊക്കെ ആഘോഷത്തിലാണ്. പത്ത് വർഷത്തിനിപ്പുറം അധികാരം ലഭിച്ചതിൻ്റെ വലിയ ആവേശത്തിലായിരുന്നു ഫലപ്രഖ്യാപന ദിവസം UDF അനുകൂല പ്രവാസി സംഘടനകൾ. തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ വലിയ സ്ക്രീനിന് മുന്നിൽ എല്ലാവരും ഒന്നിച്ചാണിരുന്നത്. റിസൾട്ട് പുറത്തു വന്നത് മുതൽ രാവ് മറയും വരെ UDF ക്യാമ്പ് ആഘോഷ തിമിർപ്പിലായിരുന്നു. എന്നാൽ പിറ്റേന്ന് മുതൽ കാര്യങ്ങൾ മാറി. കേരളത്തിലേതുപോലെ മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ ഭിന്നാഭിപ്രായമുണ്ടായി. ഒരു വിഭാഗം വി.ഡി. സതീശന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചു. എന്നാൽ AICC തീരുമാനത്തോടൊപ്പം നിൽക്കുമെന്ന് മറുവിഭാഗം നിലപാടെടുത്തു. ശ്രീ വി.ഡി. സതീശൻ കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൽ നടത്തിയ പ്രതിപക്ഷത്തിനെതിരെ നിയമസഭയിലും പൊതുജനങ്ങൾക്ക് വേണ്ടി നിയമസഭയിലും പുറത്തും അകത്തും നടത്തിയ പോരാട്ടങ്ങൾക്കും ആ ഒരു നിലപാടിനും ആ ഒരു ഉറച്ച നിലപാടിനും കൂടിയിട്ടാണ് ഈ വിജയം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരവസരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ബഹുമാനപ്പെട്ട AICC പ്രസിഡന്റ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയും ശ്രീ രാഹുൽ ഗാന്ധിയും ബഹുമാനപ്പെട്ട KPCC നേതൃത്വവും അദ്ദേഹത്തിന് നൽകണം എന്ന് ഒരു വിനീതമായ അഭ്യർത്ഥനയാണ്. ഇനി അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ പാർട്ടി എടുക്കുന്ന നിലപാടിനോടൊപ്പം 100% ഞങ്ങൾ ഉണ്ടാകും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഹൈക്കമാൻഡിന്റെ തീരുമാനം അതാരായി കഴിഞ്ഞാലും അത് ഞങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കും എന്ന് ദുബായ് ഇൻഗാസ് കമ്മിറ്റിക്ക് വേണ്ടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. 11 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഹൈക്കമാൻഡ് പ്രഖ്യാപനം വന്നു. വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും. പിന്നാലെ ഗൾഫിലും പ്രവർത്തകർ ആഘോഷം തുടങ്ങി. ഇൻഗാസ് ദുബായ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ആഘോഷം ഗംഭീരമായി. നേതാക്കളും പ്രവർത്തകരും ഒന്നിച്ച് കേക്ക് മുറിച്ചു. ജനങ്ങൾ ആഗ്രഹിച്ച മുഖ്യമന്ത്രിയാണ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞങ്ങൾക്ക് ഊണും ഉറക്കവുമില്ലായിരുന്നു. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി, നമ്മുടെ മുദ്രാവാക്യത്തിന് വേണ്ടി, നമ്മുടെ ആശയത്തിന് വേണ്ടിയിട്ടുള്ള പടയോട്ടമായിരുന്നു. ആ പടയോട്ടത്തിൽ ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഭദ്രമായ അർഹതപ്പെട്ട കൈകളിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം എത്തിയിരിക്കുന്നത്. അതിന് കുറച്ച് താമസിച്ചെങ്കിലും അത് ഭദ്രമായ, വളരെ ആപ്റ്റായിട്ടുള്ള ഒരാളുടെ കയ്യിലാണ് എത്തിയിരിക്കുന്നത് എന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് എന്നാണ് ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്. കേരള ജനത കോടി വോട്ട് കൊടുത്തുകൊണ്ട്, 1 കോടിയിലധികം വോട്ട് കൊടുത്തുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ്. അതിൽ നിങ്ങൾ ചോദിക്കുന്നത് പോലെ വീട് വേണോ, കേസ് വേണോ, ആർസി വേണോ എന്ന് പറയുമ്പോൾ ജനാധിപത്യ രീതിയിൽ നമുക്കൊരുപാട് നേതാക്കളുണ്ട്, കഴിവുള്ള ആളുകളുണ്ട്. അതിൽ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, ജനവികാരം മനസ്സിലാക്കിക്കൊണ്ട് ഹൈക്കമാൻഡ് ആളെ തിരഞ്ഞെടുത്തു. അതിനർത്ഥം മറ്റുള്ളവർ കഴിവില്ലാത്തവർ എന്നല്ല. ഓരോ ഘട്ടത്തിലും അതാത് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ജനവികാരം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ അത് പ്രവാസ ലോകത്തും സന്തോഷത്തിൻ്റെ അലതല്ലുകൾ ഉണ്ടാകുന്ന ഒരു രംഗമാണ് ഇവിടെ കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു ഗവൺമെൻറ്, ജനങ്ങളുടെ ഗവൺമെൻറ്, അതാണ് വി.ഡി. സതീശനിലൂടെ പൂർത്തിയായിരിക്കുന്നത്. ഇതിനു മുമ്പുണ്ടായിരുന്ന ഗവൺമെൻറ് ചെയ്ത തെറ്റുകളെ തിരുത്തുക മാത്രമല്ല, പുതിയ പ്രതീക്ഷകൾ, അത് പ്രവാസികൾക്കായാലും നാട്ടിലുള്ള ആളുകൾക്കായാലും ഈ ഗവൺമെൻറ് ഉറപ്പുവരുത്തും എന്നുള്ളത് തീർച്ചയാണ്. വി.ഡി. സതീശൻ നമുക്കറിയാം, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും ഒരു ഭരണകർത്താവിൻ്റെ എല്ലാ നയങ്ങളും സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം എങ്ങനെ സംസാരിക്കണം.
അപ്പോൾ അദ്ദേഹം അങ്ങനെയൊക്കെയും തന്നെ കേരളത്തെ കാണുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന് വീക്ഷണമുണ്ട്. ആ വീക്ഷണം അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കും. അദ്ദേഹം നമുക്ക് നൽകിയ ഒരുപാട് ഉറപ്പുകളുണ്ട്, അത് തീർച്ചയായും നടപ്പിലാക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം പ്രവാസികൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷകൾക്ക് വേണ്ടി ഇൻകാസ് ഒത്തൊരുമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് പോകും. ഞങ്ങൾ പ്രവാസികളോടൊപ്പം ഉണ്ടാകും. ഈ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തുടക്കം മുതലേ ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ, ഹൈക്കമാൻഡ് ഉൾക്കൊള്ളുന്ന ഏത് സ്ഥാനാർത്ഥിയെയും ഏത് മുഖ്യമന്ത്രി കാൻഡിഡേറ്റിനെയും അംഗീകരിക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമേ ദുബായ് കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ജനഹിതം അനുസരിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് യുക്തമായൊരു തീരുമാനം എടുത്തു. അതിൽ അഭിമാനപുളിയതിലാണ് ഞങ്ങൾ ദുബായ് കമ്മിറ്റി. ഇൻകാസ് നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ആഘോഷം നടന്നു. വി.ഡി. സതീശന്റെ നിലപാടുകൾക്കുള്ള അംഗീകാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചതെന്നാണ് നേതാക്കളുടെ പക്ഷം. പ്രവാസി വിഷയങ്ങളിൽ കണ്ടറിഞ്ഞ് ഇടപെടുന്ന നേതാവാണ് വി.ഡി. സതീശൻ. ആ കരുതൽ തുടർന്നും പ്രതീക്ഷിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഇരുന്നപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയും കേരളത്തിൽ വരാനിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് സൂചനകൾ കൊടുത്തിട്ട് ഒന്നും നടപ്പിലാക്കാത്ത പരിപാടികൾ അദ്ദേഹം എല്ലാം മനസ്സിൽ കുറിച്ചിട്ടുണ്ട്. അതെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യുമെന്നുള്ളത് കേരളത്തിൻ്റെ ജനതയ്ക്കറിയാം. ആ ജനതയാണ് അദ്ദേഹത്തിനെ ആ സീറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഉറപ്പാണ് സാക്ഷാത്കരിക്കും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ഈ പ്രഖ്യാപനം ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏറ്റവും മൈലേജ് ഉണ്ടാക്കുന്ന ഒരു പ്രഖ്യാപനം. കാരണം കേരളത്തിലെ 3.5 കോടി ജനങ്ങളും ഒറ്റക്കെട്ടായി ആഗ്രഹിച്ച ഒരു തീരുമാനമാണ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ഞങ്ങൾ ഇൻകാസ് UAE സെൻട്രൽ കമ്മിറ്റി AICC പ്രസിഡന്റിനും ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെക്കും ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്കും ശ്രീ രാഹുൽ ഗാന്ധിക്കും കേരളത്തിലെ KPCC UDF ഘടകകക്ഷികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. വടശ്ശേരി ദാമോദരൻ നായർ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഇനി മുമ്പോട്ടുള്ള പ്രയാണത്തിൽ അദ്ദേഹത്തിന് UAE-യിൽ നിന്ന് ഇവിടുത്തെ മലയാളികളുടെ എല്ലാ പിന്തുണയും അറിയിക്കാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നിലപാടുകളുടെ രാജകുമാരൻ, ടീം UDF-നെ മുന്നിൽ നിന്ന് നയിച്ച പടനായകൻ, ഞങ്ങളുടെ പ്രിയങ്കരനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ നേതാവ് വി.ഡി. സതീശൻ സാറ് ഞങ്ങൾക്ക് മുൻപേ അറിയാം. അതിനുവേണ്ടി ഞങ്ങൾ പടവെട്ടിയവരാണ്. അതിന് വിജയം കൈവരിച്ചു. അതിന്റെ വളരെ സന്തോഷത്തിലാണ് സാറേ ഞങ്ങൾ അഭിവാദ്യങ്ങളും ആശംസകളും അറിയിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങും ഗംഭീരമായി ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രവർത്തകർ. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി. ഇനി മുഖ്യമന്ത്രിയെ കൂടി സമീപിച്ച് പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് നേതാക്കൾ ഒന്നടങ്കം പറയുന്നു.